നമ്മുടെ ടീമിന്റെ പേരാണ് സ്റ്റാർസ്. ടീമിലെ അംഗങ്ങൾ സൂര്യകിരൺ, അനന്തദേവ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഇന്നോവേഷൻ ഐഡിയയാണ് റീസൈക്കിൾ മെഷീൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അനന്തദേവിനെ ക്ഷണിക്കുന്നു. നമ്മൾ ഇവിടെ അറിയാമല്ലോ, നമ്മൾ റോഡിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ. ആ പ്ലാസ്റ്റിക്കുകൾ നേരെ ഈ പൈപ്പ് വഴി ഇറങ്ങി നേരെ പ്ലാസ്റ്റിക് കളക്ഷൻ ടാങ്കിലേക്ക് എത്തുന്നു. ഈ പൈപ്പ് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും പ്ലാസ്റ്റിക് എടുത്ത് വഴി ഈ പൈപ്പിൽ കൂടെ ഇടുന്നതായിരിക്കും. അത് നേരെ പ്ലാസ്റ്റിക് കളക്ഷൻ ടാങ്കിലേക്ക് എത്തും. കുറച്ച് കഴിഞ്ഞ ശേഷം അതില്ല നിറഞ്ഞ ശേഷം 2 ട്യൂബ് വഴി നേരെ വാഷിംഗ് പ്ലേസിലേക്ക് എത്തും. ഇത് നല്ലതുപോലെ ഫ്രഷ് ആയിട്ട് കഴുകാൻ വേണ്ടിയാണ് വാഷിംഗ് പ്ലേസിലേക്ക് എത്തുന്നത്. അതുപോലെ അത് നേരെ ഈ വാഷിംഗ് പ്ലേസ് നല്ലതുപോലെ കഴുകിയ ശേഷം നേരെ ഗ്രൈൻഡിംഗ് പ്ലേസിലേക്ക് എത്തുന്നു. ഇതെന്ന് വെച്ചാൽ നല്ലതുപോലെ ക്രഷ് ആക്കാൻ, നല്ലതുപോലെ പൊടിച്ചാക്കാൻ വേണ്ടിയാണ് ഗ്രൈൻഡിംഗ് പ്ലേസിലേക്ക് എത്തുന്നത്. അവിടെ പൊടിച്ച് നല്ല നിറഞ്ഞ ശേഷം ഇത് വഴി നേരെ കൊടുന്നു. അവിടെ നിന്ന് നേരെ കളക്ഷൻ പോയിന്റ് ക്രഷ്ഡ് പ്ലാസ്റ്റിക് അവിടെ എത്തിയിട്ട് ഇതിനെ നേരെ ഇപ്പോൾ നമ്മൾ പൊടിച്ച് നല്ല ചൂടായിരിക്കും വന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പിക്കുന്നു. എന്നിട്ട് ശേഷം അത് നേരെ കളക്ഷൻ ടാങ്കിലേക്ക് എത്തുന്നു. ഇത് അവിടെ നിറഞ്ഞ ശേഷം ഈ ട്യൂബ് സ്റ്റോറേജ് പ്ലേസിലേക്ക് എത്തുന്നു. ഈ സ്റ്റോറേജ് പ്ലേസിൽ എത്തിയ ഗ്രൈൻഡഡ് ക്രഷ്ഡ് പ്ലാസ്റ്റിക്കിനെ നമ്മൾ പാക്കിംഗ് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമ്മളെ ബുക്കുകൾ, പഴയ ബുക്കുകൾ, ചെരുപ്പുകൾ എല്ലാം നമുക്ക് ഇതിലേക്ക് ക്രഷ്ഡാക്കി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഗ്രൈൻഡിംഗ് പ്ലേസിലേക്ക് വല്ല ബ്ലോക്കായ ഇവിടെ ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. ആ സെൻസർ വഴി നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇവിടേക്ക് ഒരു പ്രഷറായിട്ട് കൊടുത്ത് അതിനെ തള്ളിയിടാൻ ബ്ലോക്ക് മാറ്റും. എന്നു ശേഷം ഇത് എല്ലാം നോട്ട് ഫ്യൂവലിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനാൽ ഇത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. നന്ദി.